ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ കരളാണ് നമ്മുടെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പടരുന്ന ഒരുപാട് പേരിൽ കാണുന്ന ഫാറ്റി ലിവർ രോഗം ഒരുപാട് പേരുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനും നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നതിനും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് അത് മാറുന്നതിനെ ചെറുക്കുന്ന അവസ്ഥയിലേക്കും ചെന്നെത്തുന്നു. സാധാരണ നമ്മളൊരു പനി ബാധിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചാലോ ഈ അസുഖത്തിനെ പെട്ടെന്ന് മാറ്റുന്നതിന് നമ്മുടെ കരളൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കരൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആണെങ്കിലോ അത് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് നമുക്ക് രോഗം വരുന്ന ഈ രോഗപ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്നൊരു പ്രധാന അപകടം എന്ന് പറയുന്നത് കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ക്രമേണ ഇത് കരളിനകത്തുള്ള കോശങ്ങളെ പ്രഷറൈസ് ചെയ്താണ് കരളിനകത്ത് ഈ ഡാമേജ്, സ്കാറിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. ക്രമേണ ഇത് ഫാറ്റി ലിവർ ഗ്രേഡ് 1 കഴിഞ്ഞ് ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ ആയി ഒടുവിൽ സിറോസിസ് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നൊരു 40-45 വയസ്സുള്ള ആൾക്കാരിൽ വരെ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. മദ്യപാനമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെങ്കിലും ഈ കരൾ രോഗ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഈ നമ്മുടെ ഉറക്കക്കുറവെന്ന് പറയുന്ന ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഈ നമ്മുടെ ആൾക്കാരുടെ ഈ ഒരു ഉറക്കത്തിൽ വരുന്ന പാറ്റേണിലെ വ്യത്യാസം കരൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആൾക്കാർ പോയി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് ലിവറിൻ്റെ SGOT SGPT നോർമലാണ്, എനിക്ക് ഫാറ്റി ലിവർ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കരളിനകത്ത് എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ഉറക്കം എങ്ങനെയാണ് ഫാറ്റി ലിവർ രോഗം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം മോശമാക്കുന്നതെന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം ബാധിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഉറക്കം, നമ്മൾ ഉറങ്ങാൻ താമസിക്കുന്ന ഒരു സ്വഭാവം. രണ്ടാമത്തത്, നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു ഷോർട്ട് പീരീഡ്, അതായത് നമുക്ക് നോർമലി 7-8 മണിക്കൂർ ഉറക്കം വേണ്ടതിന് പകരം 5 മുതൽ 5.5 മണിക്കൂർ മാത്രം അല്ലെങ്കിൽ 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു സാഹചര്യം. രാത്രി വളരെ ലേറ്റായിട്ട് കിടന്ന് രാവിലെ നോർമൽ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനൊരു പാറ്റേണിൽ പോകുന്നത് അപകടകരമാണ്. മൂന്നാമത്തത് കൂർക്കം വലിയാണ്. കൂർക്കം വലി എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. അല്ല, പലരും പറയുന്നത് അവൻ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കൂർക്കം വലി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഉറങ്ങുന്നത് പോലെ തോന്നുമെങ്കിലും നമ്മുടെ തലച്ചോറും നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഉറക്കമുണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലും വളരെ പെട്ടെന്ന് കരളിൻ്റെ അകത്ത് സ്കാറിങ് ഉണ്ടായിട്ട് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പതിവായിട്ട് രാത്രി ഉറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരിൽ ഫാറ്റി ലിവർ രോഗം വരുന്നു എന്നുള്ളത് പോലെ തന്നെ ഈ ഫാറ്റി ലിവർ രോഗം ഉള്ളവർക്ക് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ രാത്രി ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണർന്നു പോകുന്നു, തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയും സംഭവിക്കാറുണ്ട്. ഇതും പഠനങ്ങൾ കണ്ട നമ്മളെ ഭയപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറവാണ് അല്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വയറിൻ്റെ ഒരു സ്കാൻ നോക്കിയിട്ട് ഫാറ്റി ലിവർ രോഗം ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. എങ്ങനെയാണ് ഈ നമ്മുടെ ഉറക്കക്കുറവ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതെന്നറിയാമോ? പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ കരൾ അതിനകത്തുള്ള റിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കരളിലെ കോശങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതെല്ലാം നമ്മുടെ കരളിനെ ബാധിക്കുന്നുണ്ട്. ഈ കരളിനെ ബാധിക്കുന്ന അവസ്ഥയെല്ലാം നമ്മുടെ കരൾ ഉറക്കത്തിൻ്റെ സമയത്താണ് ഈ റിപ്പയർ പ്രോസസ്സ് നടക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പലവിധ വിഷാണുക്കളെയും ഡീടോക്സിഫൈ ചെയ്യുന്നതും. അതുകൊണ്ടാണ് അസുഖമൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ല ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖം മാറിയതായിട്ട് തിരിച്ച് ഉന്മേഷം വരുന്നതൊക്കെ. എന്നാൽ ഉറക്കം കുറവുള്ളവർക്ക് കരളിനകത്ത് ഈ പറഞ്ഞ പ്രോസസ്സുകൾ നടക്കത്തില്ല. അത് കാരണം എന്ത് സംഭവിക്കും? ഗ്രാജ്വലി കരളിനകത്ത് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ പതിവായിട്ട് ഈ ഉറക്കം കുറഞ്ഞ അല്ലെങ്കിൽ ഉറക്കത്തിന് താളപ്പിഴയുള്ള ആൾക്കാരിൽ 2 ഹോർമോണുകൾ, പ്രത്യേകിച്ച് മെലാറ്റോണിനും സിറം ഇൻസുലിൻ്റെയും മെറ്റബോളിസം താഴ്ന്നു തട്ടും. നിങ്ങൾക്കറിയാം, മെലാറ്റോണിനാണ് ഉറക്കത്തിന് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പാങ്ക്രിയാസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് പ്രോബ്ലം വരും. കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറുന്നതിന് പകരം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് കൂടുതൽ കരളിലും ശരീരത്തിൻ്റെ അവയവഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് രാത്രി വളരെ ലേറ്റായിട്ട് ഉണർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 11 മണി കഴിഞ്ഞ് നിങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരും. രാത്രി ലേറ്റ് നൈറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. പുറത്ത് പോയി ആഹാരം കഴിക്കാനോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ഫ്രിഡ്ജൊക്കെ രാത്രി തുറന്നു നോക്കുന്നതിൻ്റെ കാരണം ഇൻസുലിൻ മെറ്റബോളിസം വേരിയേഷൻ വന്നു തുടങ്ങിയതുകൊണ്ടാണ് ഈ വിശപ്പ് പാതിരാത്രി വരുന്നത്. അതുകൊണ്ടാണ് രാത്രി ഉണർന്നിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ രാത്രി നമ്മൾ ഉണർന്നിരിക്കുന്ന പോലെ തന്നെ അപകടമാണ് പകൽ കിടന്നുറങ്ങുന്നത്. പലരും ചെയ്യുന്നത് എന്താ? രാത്രി ശരിയായിട്ട് കിടന്നുറങ്ങാതെ പകൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇത്തരക്കാരിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? പലപ്പോഴും ഈ നമ്മുടെ ഈ മെറ്റബോളിസത്തിൽ വരുന്ന താളപ്പിഴ കൊണ്ട് അവർക്ക് ഈ പകരം ഉറക്കം കോമ്പൻസേറ്റ് ചെയ്താൽ പോരെന്നൊക്കെ ഇവർ ചോദിക്കും. പക്ഷേ ഇവർക്ക് ഫാറ്റി ലിവർ രോഗം വളരെ പെട്ടെന്ന് പിടിപെടും. എപ്പോഴും പകൽ ഉച്ച ഉറക്കം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പരമാവധി 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, അതിൻ്റെ അപ്പുറം
നിങ്ങൾ കൂടുതൽ പകൽ കിടന്നുറങ്ങരുത്, അത് കരളിനെ ബാധിക്കും. ഫാറ്റി ലിവർ രോഗം എന്ന് പറയുന്നത് ഇന്ന് കൂണുപോലെ ചെറിയ കുട്ടികളിൽ പോലും കാണുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഞാനീ പറഞ്ഞത് വളരെ പ്രധാനമായിട്ട് എടുക്കണം. കോവിഡ് കഴിഞ്ഞ് പിന്നെ പലരും ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കാൻ, രാത്രി 12, 1 മണി 2 മണി വരെയൊക്കെ ഉണർന്നിരുന്ന് ചിലവർ വായിക്കും, ചിലവർ പഠിക്കും, ചിലവർ ഫോണിൽ കത്തിയും വെച്ചുകൊണ്ടിരിക്കും, ചിലവരിങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇതെല്ലാം കരളിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. ഇത് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രാത്രി ഉണർന്നിരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യൂ. കാരണം ഫാറ്റി ലിവർ അത്ര കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.